ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ കപ്പ് കേക്ക് തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ 2 ആപ്പിൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നേന്ത്രപ്പഴവും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും നമുക്കൊരു ബ്ലെൻഡറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഫ്രൂട്ട്സ് നന്നായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടുന്നതിനായിട്ട് ഞാനിവിടെ തിളപ്പിച്ചാറിയ പാല് എടുത്തിട്ടുണ്ട്. ആ പാലും ഒരല്പം ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. ഫ്രൂട്ട്സ് ഇവിടെ ഏകദേശം അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനായിട്ട് ജാഗ്രി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. കൽസുബായി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ജാഗ്രി പൗഡറാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അത് നാച്ചുറലാണ്, ഹെൽത്തിയാണ്, വേറെ അത് പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് അവരത് പറഞ്ഞേക്കുന്നത്. ഇത് ആമസോണിലും ഓൺലൈനായിട്ടൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഒരു ബ്രാൻഡാണ്. 7 ടേബിൾ സ്പൂൺ ജാഗ്രി പൗഡർ ആഡ് ചെയ്ത് ഞാൻ ആ ഫ്രൂട്ട്സൊക്കെ നല്ലതുപോലെ അരച്ചിവിടെ എടുത്തിട്ടുണ്ട്. നമുക്കിനി അത് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ചെടുത്ത ആ ഫ്രൂട്ട്സിൻ്റെ മിക്സിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഓട്സാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോൾഡ് ഓട്സ് ആണ്. അത് പൊടിക്കാതെ തന്നെ നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ കപ്പ് കേക്കാണല്ലോ തയ്യാറാക്കുന്നത്. അപ്പം കേക്ക് ബേക്ക് ചെയ്യുന്നതിനുള്ള ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ബാറ്റർ ഇച്ചിരി ടൈറ്റായിട്ടാണ് നിൽക്കുന്നത്. നമുക്കതൊന്ന് ലൂസാക്കുന്നതിനായിട്ട് നമ്മൾ തിളപ്പിച്ചാറിയ പാല് ഒരല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മിക്സ് ഓരോ കേക്ക് മോൾഡിലോട്ടും മാറ്റി കൊടുക്കാം. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസൊക്കെ കാണുന്നത്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഇനി ഈ കപ്പ് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതിനായിട്ട് കുറച്ച് ചോക്കോ ചിപ്സാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്യുന്നത് എയർ ഫ്രയർ വെച്ചിട്ടാണ്. ആദ്യമേ തന്നെ ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്സ് എയർ ഫ്രയർ ഒന്ന് പ്രീഹീറ്റ് ചെയ്യുന്നുണ്ട്. പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം എയർ ഫ്രയറിൻ്റെ ട്രേയിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കേക്ക് എയർ ഫ്രയറിൻ്റെ ട്രേയിലേക്ക് മാറ്റി ഇനി നമുക്കത് ബേക്ക് ചെയ്യാം. ഈ എയർ ഫ്രയർ ഫുള്ളി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഒരു ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കേക്കിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പം 160 ഡിഗ്രി സെൽഷ്യസിൽ 17 മിനിറ്റാണ് കേക്ക് ബേക്ക് ചെയ്യുന്നതിന് വേണ്ടുന്ന സമയം. അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ടൈം അവസാനിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഷട്ട് ഓഫ് ആയിക്കോളും. അങ്ങനെ ഇവിടെ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കപ്പ് കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അത് ഒന്ന് തണുത്തതിന് ശേഷം കഴിച്ചു നോക്കാം. ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റോ ഈവനിങ് സ്നാക്കോ ഒക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇതുപോലെ കപ്പ് കേക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഈ കപ്പ് കേക്ക് തയ്യാറാക്കുന്നതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് ഓട്സ്, ഒരു നേന്ത്രപ്പഴം ഒക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നോർമലായി നമ്മൾ കേക്ക് തയ്യാറാക്കുമ്പോൾ ബട്ടറോ ഓയിലോ ഒക്കെ നമ്മൾ കേക്കിൽ ആഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയത് കൊണ്ടും എയർ ഫ്രയറിൽ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഓയിൽ ഒട്ടും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇതുപോലെ എയർ ഫ്രയർ യൂസ് ചെയ്ത് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അത് നമുക്ക് ഹെൽത്തിനും പ്രോബ്ലം ഉണ്ടാകുന്നില്ല, ഒരുപാട് ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യത്തുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തേക്കുക. സീ യു അഗെയിൻ. താങ്ക് യു.